ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് കുറച്ച് വർഷം മുമ്പ് എൻട്രൻസ് എക്സാം എഴുതിയ 2 സ്റ്റുഡൻസാണ്. അപ്പോൾ അവർ ആ എക്സാമിന് വേണ്ടി ഇട്ട എഫേർട്ട് നമുക്കൊന്ന് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. ഇത് കണ്ടിട്ട് ഇവരിൽ ആർക്കായിരിക്കും അവസാനം ബെറ്റർ റാങ്ക് കിട്ടിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇതിലെ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഞാൻ എൻട്രൻസ് കോച്ചിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ തൊട്ടടുത്തുള്ള റൂമിലെ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അവന് എൻട്രൻസ് കോച്ചിങ്ങിനെ കുറിച്ച് വലിയ ഓറിയൻറ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ അവിടെ നടന്ന എക്സാംസിൽ റാങ്കൊക്കെ കുറച്ച് പുറകോട്ടായിരുന്നു. ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റഡി റുട്ടീൻ അവന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ അവസാനം വരെ അവൻ മെയിൻറ്റെയിനും ചെയ്തു. രണ്ടാമത് കാണുന്ന ഗ്രാഫ് എൻ്റെ തന്നെ സ്റ്റോറിയാണ്. ഞാൻ +1 +2 കാലത്തൊക്കെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ ചെന്നപ്പോഴും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് അതിനനുസരിച്ച് റിസൾട്ടൊക്കെ ആദ്യം എക്സാംസിനൊക്കെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത റിസൾട്ട് അവിടെ നടക്കുന്ന എക്സാമുകളിൽ സ്ഥിരമായി കിട്ടിത്തുടങ്ങിയപ്പം പതുക്കെ ഞാൻ ഇടുന്ന എഫേർട്ട് കുറഞ്ഞു തുടങ്ങി. ഇടയ്ക്കൊരു കാലത്ത് പഠിത്തവേ ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം എക്സാം എടുത്തപ്പോഴാണ് വീണ്ടും പഠിച്ചു തുടങ്ങിയത്. ഒടുവിൽ എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എൻ്റെ ഈ ഫ്രണ്ടിനാണ് ബെറ്റർ റാങ്ക് കിട്ടിയത്. ഇനീഷ്യലി അവൻ്റെ പഠിത്തമൊക്കെ കുറച്ച് സ്ലോ ആയിരുന്നു. അവിടെ നടക്കുന്ന എക്സാംസിലും റാങ്കൊക്കെ കുറച്ച് ബാക്കിലോട്ടായിരുന്നു. ബട്ട് ഹിസ് കൺസിസ്റ്റൻറ്റ് വർക്ക് ഫൈനലി പെയ്ഡ് ഓഫ്. സോ ദ മോറൽ ഓഫ് ദിസ് സ്റ്റോറി ഈസ് consistency is always more important than a few days of intensity.